എടുത്തി അടുത്ത 7 ദിവസത്തിനുള്ളിൽ എന്റെ വിവാഹമാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്കും വിശ്വാസം വരുന്നില്ല. പക്ഷേ സൂര്യ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടപ്പോ എനിക്ക് വല്ലാത്ത ഭയമാണ് തോന്നിയത്. ശരിയാ ചേട്ടത്തി, ഇവളുടെ കാര്യം തീർന്നെന്ന് കരുതി. പക്ഷെ ഇപ്പൊ നോക്കി, അച്ഛൻ നോക്കി പറഞ്ഞ് എല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞില്ലേ. അതായത് ഇന്ന് വരെ സ്വന്തം മക്കളുടെ കാര്യത്തിൽ എല്ലാ തീരുമാനം എടുത്ത അച്ഛൻ, അതും കുട്ടികൾക്ക് ആ തീരുമാനം ഇഷ്ടമായാലും ഇല്ലെങ്കിലും അദ്ദേഹം ലവ് മാരേജിന് സമ്മതം മൂളി. അതാ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്തത്. കാരണം അച്ഛൻ എന്നോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാ. നോക്കിക്കോ, ഉടനെ തന്നെ എന്റെ പ്രിൻസ് ചാമിങ് എന്റേതാവാൻ പോവാ. അതുപോലെ ആ ബീസ്റ്റ് എന്നേക്കുമായി ഒഴിഞ്ഞു പോവാൻ പോവാ. അടുത്ത 7 ദിവസവും അവൾ അവളുടെ സ്വപ്ന ലോകത്തിൽ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അല്ലാതെ അവൾ അറിയാൻ പോകുന്നില്ല അവൾ കല്യാണം കഴിക്കാൻ പോകുന്നത് റോഹനെയല്ല, ഞാൻ പറഞ്ഞ പൊളിറ്റീഷ്യന്റെ മകനെയാ. ഇനി മുതൽ നിങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഗുലാബ് സിംഗിന്റെ രാഷ്ട്രീയം. എത്ര സന്തോഷത്തോടെയാണ് ഈഷ റോഹനെ മനസ്സിൽ നിന്നും വലിച്ചെറിഞ്ഞ് ഞാൻ പറഞ്ഞ പയ്യനെ കെട്ടാൻ പോകുന്നതെന്ന്. നിങ്ങളൊക്കെ സന്തോഷിച്ചോ? എല്ലാവരും കല്യാണത്തിലുള്ള ഗംഭീര ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോ. ഇനിയുള്ളത് ഗുലാബിന്റെ കളിയാ. അതോടെ റോഹന്റെ കാര്യം പോക്കാ. മൊത്തത്തിൽ അടിപൊളിയാ. എടുത്തോ, മധുരം കഴിക്കുക. നല്ലൊരു വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത്. എന്താ? എന്റെ മോള് നിന്റെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കിയോ? ഉണർന്നിരുന്നിട്ടാ നീ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് കാവേരി. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഈ വീടിന്റെയും നിങ്ങൾ രണ്ടുപേരുടെയും വിധി തീരുമാനിക്കുന്നത് ഞാനാ. ഈ ഞാൻ എടുത്തോ, കഴിക്കൂ. തുറക്ക്, തുറക്കാൻ. മധുരം എന്തായാലും നീ കഴിച്ചേ മതിയാകൂ. കാരണം മോളുടെ കല്യാണം തീരുമാനിച്ചിട്ട് ഞാൻ വന്നിരിക്കുന്നത്. വലിയൊരു രാഷ്ട്രീയ നേതാവിന്റെ മകനെ കെട്ടാൻ പോകുന്നത്. അങ്ങനെ ആ വീട്ടില് രാജകുമാരിയെ പോലെ കഴിയാൻ പോവുക നമ്മുടെ മോള്. അതുപോലെ ഞാൻ എന്റെ രാഷ്ട്രീയ കളികൾ കളിച്ചു തുടങ്ങും. ഇവിടെ നിന്നായിരിക്കും എന്റെ പൊളിറ്റിക്സിലേക്കുള്ള എൻട്രി. ഈ വളകൾ തൊടുമ്പോഴൊക്കെ അമ്മ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചതുപോലെയാ തോന്നുന്നേ. എനിക്കറിയാം, ഇപ്പോ അമ്മ എന്റെ മുന്നിലുണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ കൈകൊണ്ട് എന്നെ മണവാട്ടിയായി ഒരുക്കുമായിരുന്നു. ഈ വളകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചതാ. എന്നെങ്കിലും എന്റെ കല്യാണം ഉണ്ടാവുമ്പോ എടുത്തണിയാൻ വേണ്ടി. എനിക്ക് എന്റെ അമ്മ എന്റെ കൂടെ ഉള്ളതുപോലെ തോന്നും. ഇന്ന് സന്തോഷിക്കേണ്ട ദിവസം തന്നെയാ. പക്ഷെ ഒരു കാര്യം നീ ഓർമ്മ വെച്ചോ, അമ്മയുടെ സ്നേഹത്തിൽ എത്രമാത്രം സത്യമുണ്ടോ
അതേപോലെ ഞാൻ ഈ പറയുന്ന വാക്കിലും സത്യം ഉണ്ടാവും. എന്റെ മോൾ അങ്ങനെ ഒരു കല്യാണം കഴിക്കില്ല. അവള് നിന്റെ സ്വർണ്ണക്കൂട് തകർത്ത് സ്വതന്ത്രയെ ആകാശത്ത് പറക്കും. മതി. നീ ഒരു കാര്യം ഓർത്തു വെച്ചോ. അവൾ അവളുടെ ഭർത്താവിന്റെ കൂടെ വീട്ടിൽ പോകുന്ന ദിവസം അന്ന് ഞാൻ നിന്നെ അറിയിക്കും. എന്റെ പ്രിയപ്പെട്ട മോള് മറ്റൊരു വീട്ടിലെ മഹാറാണിയായി മാറിയിരിക്കുന്ന കാര്യം അന്ന് അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേണമെന്നും പറയാൻ പറ്റില്ല, വേണ്ടെന്നും പറയാൻ പറ്റില്ല. മനസ്സിലായോ? എന്റെ വാക്ക് കല്ലിൽ പതിഞ്ഞ വര പോലെയാ. അത് പിന്നെ മറ്റാർക്കും മാച്ചു കളയാൻ പറ്റില്ല. ആർക്കും കഴിയില്ല. ഇഷ, ചേട്ടത്തി, ഇവളെന്താ വന്നിരിക്കുന്നെ? നിന്നെ ഒരുക്കാൻ തന്നെ. അച്ഛന്റെ ഓർഡറാ. വീട്ടിലാരോ വിരുന്നുകാര് വരുന്നുണ്ട്. അപ്പൊ അച്ഛൻ കരുതുന്നത് അവര് വരുമ്പോ അച്ഛന്റെ പൊന്നുമോള് ശരിക്കും ചന്ദ്രനെ പോലെ വെട്ടിത്തിളങ്ങണമെന്നാ. അതിനിപ്പോ അവര് വരുന്നത് എന്നെ കാണാനാണോ? എന്തായാലും അച്ഛന്റെ ഓർഡറല്ലേ, പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ? ഏ ആ ഇഷ, വേണ്ട വേണ്ട മോളെ, ഞാൻ എടുക്കാം. നിങ്ങൾ എന്തായി ചെയ്തേ? ഒന്ന് നോക്കിയും കണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്തൂടെ? നിങ്ങൾ എവിടെ ശ്രദ്ധിച്ചിട്ടാ വന്നേ? അത് ഒരു ഇത് എത്ര വിലപ്പെട്ട് വളയാന്ന് അറിയോ? മതി, ഇവിടെ നിന്ന് പോയി തരൂ. ഞാൻ മരുന്ന് പോയിട്ട് തരാം. നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് പോയാ മതി. എനിക്കൊന്നും കേക്കണ്ട. അയ്യോ രാമരാമ, ചോര വരുന്നു. ഇത് കണ്ടിട്ട് നിങ്ങൾ എല്ലാരും നോക്കി നിൽക്കുവാണോ? ഇനി ഇവിടെ നിന്നിട്ട് എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നേ? വേഗം അവളെ കൊണ്ടുപോയി വേണ്ട മരുന്ന് വെച്ചു കൊടുക്ക്. ശരി മുത്തശ്ശി, വരൂ. നിനക്കൊന്നും നാണല്ലേ? ഒരു വീട്ടിൽ ഉപ്പും ചോറും തിന്നിട്ട് അവിടുത്തെ ആൾക്കാരുടെ രക്തം ഒഴുക്കുവാണല്ലേ? അത് അബദ്ധത്തിൽ അറിയാതെ പറ്റിപ്പോയതാ. എന്നോട് ക്ഷമിക്കണം. തെറ്റ് ചെയ്താൽ മാപ്പ് കൊടുക്കുന്നത് അർഹതയുള്ളവർക്ക് മാത്രമാ. നിന്നെ പോലുള്ളവർക്ക് ശിക്ഷയാ കൊടുക്കേണ്ടത്. ഇനിയിപ്പോ മുട്ട് വേദനയാണെന്ന് പറഞ്ഞ് ഇരിക്കാൻ നോക്കണ്ട. വേഗം എഴുന്നേക്ക്. എന്നിട്ട് വേഗം ജോലികളൊക്കെ തീർക്കാൻ നോക്ക്. ഇഷയെ കാണാൻ പയ്യന്റെ വീട്ടുകാർ വരിക. മനസ്സിലായല്ലോ? എന്തൊരു വേദന എന്റെ ഭഗവാനെ. അവളുടെ മുഖം നിങ്ങൾ എല്ലാവരും കൂടി എങ്ങനെയെങ്കിലും വെളുപ്പിച്ചു കൊടുത്താലും അവളുടെ മനസ്സിന്റെ നിറം കറുപ്പ് തന്നെയാ. അവള് ഏത് വീട്ടിലേക്ക് പോയാലും ഒരിക്കലും അവള് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പോകുന്നില്ല. ദാ എത്തിയല്ലോ. നമ്മുടെ മഹാറാണിയെ കണ്ടുള്ളൂ. ഇതാണ് ഈഷ. അല്ല ഇഷമോളെ, ഇങ്ങോട്ട് വാ. വാ, വന്ന് ഇവിടെ ഇരിക്കേ. വാ, ഇരിക്കേ. ഈ നാട്ടിൽ മൊത്തം നിങ്ങളുടെ അന്തസ്സിനെ പറ്റിയും അഭിമാനത്തിനെ പറ്റിയും കേട്ടത് വളരെ ശരി തന്നെയാണ്. ഉം. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ. ഇഷമോളെ കാണാൻ തന്നെ എന്തു ഭംഗിയാ. ഇവര് തമ്മിലുള്ള ചേർച്ച പറയുകയാണെങ്കിൽ രാധാകൃഷ്ണന്മാരെ പോലെ തന്നെയുണ്ട്. ഉം. എന്റെ അനിയത്തി പഠിത്തത്തിൽ മിടിക്കുക. അവൾ എല്ലാ ക്ലാസ്സിലും ടോപ്പായിരുന്നു. അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും.
ആ, മോനെ നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ. ആക്ച്വലി എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്ക് പഠിത്തമല്ലാതെ എന്തൊക്കെയാണ് ഇഷ്ടം? ട്രാവലിംഗ് എനിക്കും ഇഷ്ടമുള്ള കാര്യമാണ്, പക്ഷേ അത് ടേസ്റ്റ് ഒക്കെ ഒരേപോലെയാ കണ്ടോ. ഗുലാബ് സാറേ, ഉം? എന്നാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിച്ചാലോ? ആ ഒരു മിനിറ്റ് മോളെ, ആ. ഇഷയെ കൂട്ടി അകത്തേക്ക് പോയേ. ആ, ശരി അച്ഛ. പൊയ്ക്കോ, അകത്തോട്ട് പോ. വരൂ ഇഷ. അപ്പോ വളരെ സന്തോഷം. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. മധുരം എടുക്കൂ. ആ നിങ്ങളും കഴിക്കൂ. ആ, വളരെ സന്തോഷം. ദാ, എടുക്കൂ. താങ്ക്സ്. ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, എന്തായാലും ഇപ്പൊ ഈ കല്യാണം നമുക്ക് 7 ദിവസത്തിനകം നടന്നേ ആ, തീരൂ. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. ഞങ്ങളുടെ ഭാവി മരുമകന് ഡിഗ്രി പൂർത്തിയാക്കാനായിട്ട് 1-2 ആഴ്ചക്കകത്ത് വിദേശത്തേക്ക് പോകണം അല്ലേ? അതെ. അതിന് ടെൻഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ എപ്പോഴേ തുടങ്ങി കഴിഞ്ഞു. ഇനി ഒരു പേടിയും വേണ്ട. അത് മതി. അച്ഛാ, ഇവരൊക്കെ ആരായിരുന്നു? പിന്നെ എന്റെ കല്യാണക്കാരെ സംസാരിക്കുന്ന പോലെ എനിക്ക് എന്താ തോന്നാൻ കാര്യം? ആഹാ, കൊള്ളാലോ. എന്റെ മോള് മുതിർന്നല്ലോ. വളരെ ശരിയാ. ആക്ച്വലി നിന്നെ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബന്ധം ഉറപ്പിക്കാൻ തന്നെയാ വന്നത്. ആള് വലിയ പാർട്ടി ചെയർമാനാ. അച്ഛനും ഇലക്ഷനുള്ള സീറ്റ് തരുന്നുണ്ട്. പക്ഷേ അച്ഛാ, ഞാനിപ്പോ റോഹനെ വിവാഹം കഴിക്കുന്ന അല്ലേ? അത് ഞാൻ ഇവരോട് പറഞ്ഞു. അപ്പോഴോ അവർ സ്ഥലം വിട്ടു. താങ്ക് യു അച്ഛാ. അച്ഛന് മാത്രമേ എനിക്കിങ്ങനെ സന്തോഷം തരാൻ കഴിയൂ. എന്റെ മോൾക്ക് വേണ്ടിയല്ലേ